ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ആദ്യം നോക്കാം. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടാവുമെന്നാണ്. അതായത് ഫാമിലി നിങ്ങളോട് എന്തെങ്കിലും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യും, അല്ല എങ്കിൽ നിങ്ങൾ ഫാമിലിയോട് ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലിയും നിങ്ങളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകും. ഇത് അല്ലാതെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരിക, വീട്ടിൽ നിറയെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നു. ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ എല്ലാം നല്ലതായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പൈസയുടെ ആ ഒരു ചിലവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. വലിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളപ്പോൾ നിങ്ങളുടെ പൈസ സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യമില്ലാതെ ഒരു പൈസ ചിലവും നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടേണ്ട ആ ഒരു പൈസ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൈസ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇന്നത്തെ ദിവസം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അനാവശ്യമായ കാര്യങ്ങൾക്ക് പൈസ അധികം ഇന്നത്തെ ദിവസം യൂസ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും തകരാറിലാവുകയോ ഇല്ല എങ്കിൽ മെഡിസിൻ ആവശ്യമായിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി മെഡിസിൻ വാങ്ങിക്കേണ്ട അവസ്ഥ വരികയോ അങ്ങനത്തെ ഒരു ചിലവ് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ ഭയങ്കരമായിട്ട് പൊസസീവ് ആകുന്ന രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നു. ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തോ മെസ്സേജ് ഇന്നത്തെ ദിവസം റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം ഒരു ഭയമുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജോ കോളോ ചെയ്തിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയും, അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിക്കുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാറ്റാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി നെഗറ്റീവാണ്, നിങ്ങൾ സിറ്റുവേഷനും നെഗറ്റീവാണ്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ മോശമാണ് എങ്കിൽ ഒരു പേടി അത് സാധാരണമാണ്. കാരണം മോശമായ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വിളിച്ച് പറയുകയാണ്, എനിക്ക് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള കാര്യം മോശം സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നത് ശരിയായിട്ടുള്ള ആ ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മാക്സിമം അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമെന്ന് ചിന്തിക്കുക. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ് ആവാൻ പുറത്തൊന്ന് യാത്ര ചെയ്തിട്ട് വരിക. ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ്, മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. ഇവിടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ആരുടെ വീട്ടിൽ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ വ്യക്തി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ പോകുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിനടുത്തുണ്ട് എങ്കിൽ അവർ നിങ്ങളെ വിട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വാണി വളരെ കഠോരമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ ഒരു വാണി കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റോ അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മോശം നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളപ്പോൾ നിങ്ങളുടെ വോയിസിൽ കുറച്ച് കൺട്രോൾ വയ്ക്കേണ്ടതാണ്. നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിൽ വോയിസിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുത്ത ഉപദേശം നേരെ മനസ്സിലായില്ല എങ്കിൽ അത് തിരികെ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരോടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരാൾ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്കിതിനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങൾ പറയും അവരോട്, എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട്, എനിക്കിത് ചെയ്യാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഈ ജോബ് നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് ആ ജോബ് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു.
ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ജോലിയായാലും ചെയ്യും, ഞാൻ എന്ത് ബിസിനസ്സായാലും ചെയ്യും, എനിക്കതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഷാഠ്യം കാണിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഓവറോൾ എനർജി ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവ് എന്ന് പറയുന്നത് ഇമ്മെച്യൂർ ആയിട്ടുള്ള ബിഹേവ് ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഇമ്മെച്യൂറായിട്ട് എന്തോ ഒരു തീരുമാനം ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുട്ടികളെ പോലെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ കുട്ടികളെപ്പോലെ ഇമോഷണലായിട്ടോ അല്ല എങ്കിൽ ദേഷ്യത്തിലോ ഇവർ കുട്ടികളെപ്പോലെ ബിഹേവ് ചെയ്യുന്നതായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർ എന്ത് ഡിസിഷൻ ആയാലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചെടുക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും തീരുമാനം നിങ്ങൾക്ക് ഫേവറായിട്ട് എടുത്താലും 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള ഒരു എനർജി. കാരണം ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടല്ല തീരുമാനം എടുക്കുന്നത്, തിടുക്കത്തിലെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് മാറ്റുന്നത് വീണ്ടും. അപ്പോൾ ഇത് ഒരു ടെമ്പററി എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സഡനായിട്ട് നിങ്ങളെ വിളിച്ച് കോൾ ചെയ്തിട്ട് പറയുകയാണ് ഈ ബന്ധം അവസാനിച്ചു എന്ന് പറയുകയാണ് എങ്കിൽ ഇവിടെ അതൊരു ടെമ്പററി എനർജി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും, ഇതെന്താ ഇവരിങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ റിയാക്റ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഫേവറിൽ കാര്യങ്ങൾ വരുന്നതാണ്. കാരണം ഇതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. അതായത് അവരുടെ മൂഡ് ശരിയാവുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് ഞാൻ പറഞ്ഞു പോയതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റാണ് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം റിയാക്റ്റ് ചെയ്യാൻ പോകണ്ട. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് തേർഡ് പാർട്ടി ഇവരോട് പറയുകയാണ് നമ്മളെ ഇഷ്ടത്തിന് നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ അതിന് സമ്മതിക്കാതിരിക്കുന്ന ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ ആരെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അവരെ ഞാൻ മാരേജ് ചെയ്യത്തുള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ്, ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും പറയുന്ന ആ ബന്ധത്തിൽ നിന്ന് മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വരെ ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില സിറ്റുവേഷനിൽ. അതായത് എനിക്കിഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ അവരുടെ വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്നുള്ള രീതിയിൽ വരെ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യും, എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു നിങ്ങളുടെ കാര്യം, ഇങ്ങനെയൊക്കെ ഞാൻ തീരുമാനമെടുത്തു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം. പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ തീരുമാനം മാറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇവർക്ക് എന്താ പറ്റി, ഇങ്ങനെ എന്താ ഇവരെന്നോട് ചെയ്യുന്നത് എന്ന്. അതായത് 10 ദിവസം കഴിയുമ്പോൾ തേർഡ് പാർട്ടിയുടെ ഫേവറിൽ ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇന്നത്തെ ദിവസം കുറച്ച് ഇമ്മെച്യൂർ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇന്നത്തെ ദിവസം നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ മൂഡ് ഇന്നത്തെ ദിവസം വളരെ മോശമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സിൽ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കരമായിട്ട് ബാഡ് ഹാബിറ്റിൽ ഏർപ്പെടുന്നതായിട്ട്, ഇവരുടെ ആ ഒരു അവസ്ഥ മോശമായത് കാരണം, ബാഡ് ന്യൂസ് റിസീവ് ആയത് കാരണം ഡ്രിങ്ക് ചെയ്യുന്നതായിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾ അറിയിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇവരെ തന്നെ വേദനിപ്പിക്കുന്ന ആ ഒരു എനർജി, ഹെൽത്ത് ഇഷ്യൂ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു എനർജി, ഇന്നത്തെ ദിവസം ഡെത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബാഡ് ന്യൂസ് ഇവർക്ക് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെ മോശമായതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയുക, ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും ദർശനം ചെയ്യുവാനായിട്ട്, എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കാൻ പറയുക. ഇവരുടെ ആ ഒരു മൈൻഡ് ഒന്ന് നേരെയാകുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു കാര്യം പറയുക ഇവരോട്. ഇവിടെ ഇവർ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം പ്രോബ്ലംസ് ഇവർ ക്രിയേറ്റ് ആക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരോടൊന്നും സംസാരിക്കാതെ ഒറ്റയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ല എങ്കിൽ എവിടെയെങ്കിലും ദർശനം ചെയ്യാൻ പോകുകയോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി വളരെ ഹെവിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.